and welcome to my channel. എൻ്റെ പേര് തെരേസ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ബേസ് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ഏതാണോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നിങ്ങളത് യൂസ് ചെയ്യാം. എന്നിട്ട് സൺസ്ക്രീനും ഇടണം. മസ്റ്റാണ്, സൺസ്ക്രീൻ ഇടാണ്ട് നിങ്ങൾ പുറത്തിറങ്ങരുത്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാൻ അത് രണ്ടും ചെയ്തിട്ടിരിക്കുകയാണ്. അത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അധികം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈമർ യൂസ് ചെയ്യാം. പിന്നെ പ്രൈമർ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ. പിന്നെ അതുമല്ല പെട്ടെന്ന് കേക്കിയൊന്നും ആവത്തില്ല, നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടും നമുക്ക് മേക്കപ്പിന്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് സ്മൂത്ത് ആൻഡ് ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൈമറാണ്. നിങ്ങൾക്ക് ഏത് പ്രൈമർ വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈമർ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു ഒരു ഒരു കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, ലൈക്ക് പ്രത്യേക തരം കൺസിസ്റ്റൻസിയാണ്, ഞാൻ പറയുന്നത് ശരിയല്ല. എന്നിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് കൈ രണ്ടും തേച്ചിട്ട് നമുക്ക് വാമപ്പ് ചെയ്യാം. പ്രൊഡക്ട്സ് നമുക്ക് കഴുത്തലോട്ടും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അത് നമ്മൾ സെറ്റ് ആവാനിരിക്കുമ്പോഴേക്കും ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫൗണ്ടേഷനാണ്. അപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ മാക്കിൻ്റെ ഫൗണ്ടേഷൻ. സോ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് ഫൗണ്ടേഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഷെയ്ഡ് വന്നിട്ട് NW35 ആണ്. കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. NW35 ആണ് ഇതെൻ്റെ. എനിക്കിതിൻ്റെ കറക്റ്റ് ഷെയ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് ഞാനിപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ എടുക്കുക. എന്നിട്ട് മുഖം മൊത്തം ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. പകരം നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഞാൻ ഒത്തിരി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഞാൻ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് തോന്നുമോ നിങ്ങൾക്കിത് കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും യൂസ് ചെയ്യുന്നുള്ളൂ. നെറ്റിൽ യൂസ് ചെയ്യുക, സൈഡിൽ യൂസ് ചെയ്യാൻ മറക്കരുത്. ഇനിയെന്ന് പറയുമ്പോൾ നമ്മൾ കഴുത്തേലും തേച്ച് കൊടുക്കണം ബാക്കിയുള്ള പ്രൊഡക്ട്സ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ബ്രഷ് എടുത്തു. ഇനി നമുക്ക് ഈ സെറ്റിംഗ് സ്പ്രേ നമുക്ക് ഈ ബ്രഷിലോട്ട് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് സെറ്റിംഗ് സ്പ്രേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ മാക്കിൻ്റെ ഫിക്സിഡ് സ്റ്റേ ഓവറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റിംഗ് സ്പ്രേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും ഇത്. അപ്പോൾ ഞാൻ നേരത്തെ വീട്ടിലും പറഞ്ഞിട്ടുള്ള ഡ്രാഗ് അല്ല ചെയ്യുന്നത്, നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തോന്നുന്നു മോയ്സ്ചർ കുറവാണെങ്കിൽ ഇച്ചിരി അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യാം. നമുക്കിതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് സെറ്റിംഗ് സ്പ്രേ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചിതൊന്ന് ഫിക്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുവാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുറേ നേരം വെയിലത്തൊക്കെ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒത്തിരി പെട്ടെന്ന് കേക്കി ആവാണ്ട് ഡ്രൈ ആവാണ്ടിരിക്കും മേക്കപ്പ്. ഇനി അടുത്തായിട്ട് യൂസ് ചെയ്യേണ്ട കൺസീലറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസീലർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടാർട്ടിൻ്റെ കൺസീലറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് വളരെ ഒത്തിരി ഒന്നും ആവശ്യമില്ല നമുക്ക് കൺസീലർ. ഇച്ചിരി ഒരു തിക്ക് ഫോർമുലയാണ് കൺസീലറിൻ്റെ എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. എന്നിട്ട് നമുക്ക് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂക്കിലും ചെയ്യാം, പിന്നെ വേണമെങ്കിൽ മൂക്കിൽ അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിരൽ നമ്മൾ കുഞ്ഞു വിരൽ തൊട്ടിപ്പുറത്തെ വിരൽ ചെയ്ത് കൊടുക്കാം. കാരണം ഈ വിരലൊക്കെ നമുക്ക് ഭയങ്കര ഹാർഷാണ്, നമുക്കിത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്യണമെന്ന്
എളുപ്പത്തിൽ നിങ്ങളിങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതേപോലെ തന്നെ ഇപ്പുറത്തും ചെയ്ത് കൊടുക്കാം. ഈ ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലുള്ള പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ നെറ്റിയിലും വേണേൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ബ്രൈറ്റ്നെസ് ഫീൽ കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കൺസീലർ നമ്മളിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്രേസസ് ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇതിങ്ങനെ ഡ്രൈ ഔട്ടായി പോവും, അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു മേക്കപ്പിൻ്റെ ലൈൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇനി ഒന്ന് ബേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന മെബിലിൻ്റെ വന്നിട്ട് ഒരു ലൂസ് പൗഡറാണ്. ഇത് ഷെയ്ഡ് മീഡിയം O2 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ എടുത്തു. എന്നിട്ട് ഈ ഒരു പഫ് പോലത്തെ ഇതെടുത്തിട്ട് ജസ്റ്റ് എന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എവിടെയൊക്കെയാണ് കൺസീലർ ഇട്ട് അവിടെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ചീക്സിലും കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം പെട്ടെന്ന് അല്ലെങ്കിൽ അത് ഓയിലി ആയി പോകും എൻ്റെ ഫേസ്. കുറച്ചെടുത്തിട്ട് ഞാൻ ഫോർഹെഡിലും കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇത് ബേക്ക് ചെയ്തില്ല, കാരണം ഇവിടെ ഞാൻ കൺസീലർ അങ്ങനെ ഇട്ടില്ലല്ലോ. അറിയാം, ഇപ്പോൾ ഒരു ക്ലൗഡിനെ പോലെ ഉണ്ട്. കുഴപ്പമില്ല, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തട്ടിക്കളയാവുന്നതാണ്. ഇത് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഐലിഡ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. അത് ടോട്ടലി ഓപ്ഷണലാണ്. അപ്പം ഞാനിവിടെ ലിപ്സ്റ്റിക്കിന് ഏതാണോ ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ ഇപ്പം ന്യൂഡ്സ്റ്റിക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് പ്യൂരിറ്റി എന്നാണ്. ഭയങ്കര ഒരു ന്യൂഡ് ലുക്കാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ആ ഷെയ്ഡും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കണ്ണിൻ്റെ മണ്ടയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണിത്. ഇത് ആക്ച്വലി ഇത് ലിപ്പ് ആൻഡ് ചീക്ക് പെൻസിലാണ്. എനിക്ക് ന്യൂഡ് സ്റ്റിക്കിൻ്റെ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പല യൂസസ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒത്തിരി ഇടുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇതും ഡിഫറൻസ് കണ്ടോ. നല്ലൊരു നാച്ചുറൽ കളറാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് പ്യൂരിറ്റി എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഞാൻ ഇതിൻ്റെ സാമ്പിൾ സൈസ് ആദ്യം വാങ്ങിച്ചു. എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പോയി വലിയത് പർച്ചേസ് ചെയ്തതാണ്. ഇപ്പോൾ ഇതല്ലാണ്ട് വേറെ ഐഷാഡോ ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളിതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ണ് ചെയ്ത് കഴിഞ്ഞു. ഇത് ന്യൂഡ്സ്റ്റിക്കിൻ്റെ എനിക്കിഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലിപ്സ്റ്റിക്സ് ഒന്നും നമുക്ക് ട്രാൻസ്ഫർ പ്രൂഫാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഗ്ലാസ് കുടിച്ചാൽ പോലും അങ്ങനെ ഒത്തിരി നമുക്കിതങ്ങനെ സ്പ്രെഡ് ആവത്തില്ല. അത് ട്രാൻസ്ഫർ പ്രൂഫാണ്. പിന്നെ അതുപോലെ ഒരു 5-6 മണിക്കൂർ ഇതങ്ങനെ തന്നെ ഇരിക്കും. ഞാനിപ്പോൾ എത്ര ഫുഡ് കഴിച്ചാലും ഈ ഷെയ്ഡ് അവിടെ തന്നെ ഇരിക്കും, അതെങ്ങോട്ടും പോകത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് കളയാന്നുള്ളതാണ്. നമ്മൾ എവിടെയൊക്കെയാണ് പൗഡർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പം നിങ്ങൾക്ക് ഏത് ബ്രഷാണ് ഇപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ കൈ കിട്ടിയത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന ഒരു ഭൂതത്തെ പോലെ ഇരിപ്പുണ്ടായിരിക്കും, പേടിക്കണ്ട. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്രോൺസർ ആഡ് ചെയ്യണം. ബ്രോൺസർ എന്ന് പറയുമ്പോൾ
ഇപ്പം ഞാൻ ബ്രോൺസർ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഹൂള ഈ ബെനഫിറ്റിൻ്റെ ഹൂളയുടെ ബ്രോൺസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡൊന്നും ഇവർ കൊടുത്തിട്ടില്ല. ബ്രോൺസർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വോംത്ത് മുഖത്തിന് കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ ബ്രോൺസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ എന്നിട്ട് എക്സസ് പ്രൊഡക്റ്റ് ടാപ്പ് ചെയ്യണം. അത് ബെനിഫിറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്. ഇത് ഞാൻ ഹാഫ് പ്രൈസിന് വാങ്ങിച്ചാണ്, അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചാൽ. ഇങ്ങനെ ഇത് വാങ്ങിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ഈ ഏരിയയിലൊന്ന് നമുക്കിതൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കണം, നമ്മുടെ ഈ കണ്ണിൻ്റെ ഇതിൽ കൂടുതൽ ഇങ്ങോട്ട് പോവരുത്. ജസ്റ്റ് ഒന്ന് ആ ഏരിയ തന്നെ. ഓക്കെ, എന്നിട്ട് ഇപ്പുറത്തും ശ്രദ്ധിക്കണം, നമ്മുടെ ഈ കണ്ണിൻ്റെ തൊട്ട് ഇവിടെ വരെ നിൽക്കരുത്, തൊട്ട് അതിന് മുമ്പ് നിൽക്കണം. എന്നിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റിയിലും ഒക്കെ ഒന്ന് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇത് ഭയങ്കര ഒത്തിരി ഡാർക്കും അല്ല, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കോണ്ടോർ യൂസ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കണ്ണെഴുതി കൊടുക്കണം. നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ കാര്യങ്ങൾ മറക്കരുതല്ലോ. ഐ ലുക്കാണ് നമ്മുടെ മേക്കപ്പ് ഫുൾ മാറ്റാൻ പോകുന്നത്. ഓക്കെ, മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ടോട്ടലി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ മാക്കിൻ്റെ മസ്കാരയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസ്കാര നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നേരത്തെ പറഞ്ഞു, ഞാൻ താഴത്തെ പീലുകളിൽ ചെയ്യാറില്ല, ഞാൻ മുകളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത്രേ ഉള്ളൂ, ഞാൻ ഒരു കോട്ട അടിക്കത്തുള്ളൂ, അത്രേ ഉള്ളൂ. സോ അത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഷാണ്. ബ്ലഷ് ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ബ്യൂട്ടിയുടെ ആണ് ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഷെയ്ഡ് വന്നിട്ട് സ്വീറ്റ് സാൽമൺ എന്ന് പറഞ്ഞിട്ടാണ്. ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ് ഇത്. അപ്പാരൻ്റ്ലി ഇവരുടെ ഇത് ബെസ്റ്റ് സെല്ലേഴ്സോ അങ്ങനത്തെ എന്തോ ആയിരുന്നു ഈ ഷെയ്ഡ്. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പം ലുലുമോളിൽ പോയപ്പം നൈക്കയിൽ പോയപ്പം വാങ്ങിച്ചതാണ്. എനിക്ക് കെ ബ്യൂട്ടി ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടുന്ന് നാട്ടിൽ പോയപ്പോൾ തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഒത്തിരി റിവ്യൂസ് കണ്ടിട്ടുണ്ട് കെ ബ്യൂട്ടി ഭയങ്കര നല്ലതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചൊരു ഒരു ബ്ലഷാട്ടോ ഇത്. ഭയങ്കര നല്ല ഷെയ്ഡാണ്. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രഷ് യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് എക്സസ് എന്നിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കളയാം. എന്നിട്ട് ഇവിടുന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്യും. എനിക്ക് ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്ക് ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കും. ഇനി വേണം ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടി ഈ മൂക്കിൻ്റെ ഇവിടെ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. നല്ലൊരു പിങ്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ലൊരു പിങ്കാണ്. കെ ബ്യൂട്ടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്. അവരുടെ ലിപ്സ്റ്റിക്സിന് എന്തോ 500-600 രൂപ അങ്ങനെ എന്തോ. പക്ഷെ നല്ലൊരു പിഗ്മെൻറ്റഡ് നല്ലതാണ് അവരുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രൊഡക്ട്സ് അവരുടെ. ഞാൻ ആകെ 3-4 ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ലിപ്സ്റ്റിക്കാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരു ലിപ് ലൈനർ നമ്മൾ വരയ്ക്കണം. കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യണം നിങ്ങളുടെ ലിപ്സ്റ്റിക് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലിപ് ലൈനർ വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് കെ ബ്യൂട്ടിയുടെ തന്നെയാണ്. ഇതിൻ്റെ
ഇതിൻ്റെ പേര് ഫെയിം, പക്ഷെ നല്ലതാണ്. നമുക്ക് എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഫെയിം. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഈ ഔട്ടർ കോർണറിൽ കൂടെ. അപ്പം അത് ഞാൻ വരച്ചു കഴിഞ്ഞു. ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ എൻ്റെ ഐ ഷാഡോ പോലെ ഞാൻ യൂസ് ചെയ്ത എൻ്റെ ന്യൂഡ്സ്റ്റിക്കിൻ്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ലുക്കാണ്. എന്നിട്ട് ഇനി അവസാനം ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ സെറ്റിംഗ് സ്പ്രേ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണാം, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊരു എത്നിക് വെയർ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ജ്വല്ലറീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സിൽവർ ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് കുഞ്ഞ് ഇയറിംഗ് ആണ്, ഞാൻ ഒത്തിരി ഇതായിട്ട് പോയിട്ടില്ല, ഓവർബോർഡ് ചെയ്തിട്ടില്ല. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു മോതിരവും കൂടെ ഞാൻ ഇടുവാണ്. ജസ്റ്റ് ഏത് വെള്ളം ഇടാം ജസ്റ്റ്. അപ്പം എന്നിട്ട് എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് മസ്റ്റ് ഹാവായിട്ട് എനിക്ക് വേണ്ടൊരു സാധനം പൊട്ടാണ്. ഞാനത് പൊട്ടിടാം. ജസ്റ്റ് ഒരു പൊട്ടെടുത്തിട്ട് സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. ഭയങ്കര ട്രഡീഷണലാണ്, കാരണം കുറച്ച് ബ്രൈറ്റല്ല എന്നാലും കുറച്ച് കളർഫുൾ ആയതുകൊണ്ടാണ് ഞാനൊരു ന്യൂഡ് ലുക്കിന് പോയത്. നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടെ അടിക്കണം. ഞാൻ ഇനി പുതിയ മേക്കപ്പ് വീഡിയോസ് എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് റിയലി ലവ് ടു മേക്കപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക്. ഭയങ്കര ഒരു സിമ്പിൾ ആൻഡ് ന്യൂഡാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ വീഡിയോ കാണാൻ ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് ഇതല്ലാണ്ട് ഞാൻ ഏതെങ്കിലും വീഡിയോസോ എന്തെങ്കിലും പ്രൊഡക്ട്സോ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ദാറ്റ്. ഞാനത് റിവ്യൂ ചെയ്തിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.